കറക്റ്റ് 15 ദിവസം മുന്നേ ഞാനൊരു ചലഞ്ച് ഏറ്റെടുത്തു. നോ മസ്റ്റർബേഷൻ, നോ എക്സ്ക്യൂസ്. 4ാമത്തെ ദിവസം എനിക്ക് സംഭവിച്ചത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്റെ ശരീരത്തിലും മനസ്സിലും ചർമ്മത്തിലും സ്പൈഡർമാനെ ആദ്യമായി ശക്തി കിട്ടിയതുപോലെ ഒരു മാറ്റം വന്നു. ജിമ്മിൽ എന്റെ എനർജി റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. എന്റെ ശ്രദ്ധ അത്രയ്ക്ക് കൂടി, ഒരു തവണ പഠിച്ചാൽ പയ്യടെ 12 അക്കങ്ങൾ പോലും ഓർക്കാൻ എനിക്ക് കഴിഞ്ഞു. ഏറ്റവും വലിയ ഞെട്ടൽ, ആളുകൾ നേരിട്ട് വന്ന് എന്നോട് ചോദിക്കാൻ തുടങ്ങി, എടാ നിന്റെ മുഖം ഇങ്ങനെ തിളങ്ങുന്നത് എങ്ങനെയാ? കാരണം എന്റെ സ്കിൻ ശരിക്കും ഗ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം വെറും 4 ദിവസം കൊണ്ട് സംഭവിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ ക്ലിയറാക്കി തരാം. ഞാനിവിടെ ബ്രഹ്മചാരിയായി ജീവിക്കാൻ ഉപദേശം തരാൻ വന്നതല്ല. ഞാൻ പറയാൻ വന്നത് കാര്യം മാത്രമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലെ എനർജി തീർന്നു പോകുമ്പോൾ, മനസ്സിലെ മോട്ടിവേഷൻ ആകെ തകർന്ന് ശ്രദ്ധ മുഴുവൻ ഇളകിപ്പോകുമ്പോൾ, ഒരു മിന്നൽ വേഗത്തിൽ റീചാർജ് ചെയ്ത് ഒരു തകർപ്പൻ തിരിച്ചുവരവ് നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം അടുത്ത 5 മിനിറ്റിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട സൂപ്പർ പവർ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 16, 17, 20 വയസ്സാണ് പ്രായമെങ്കിൽ പോലും ഈ സൂപ്പർ പവറിന്റെ ബലത്തിൽ 25നും 30നും ഇടയിൽ പ്രായമുള്ള ആളുകളെ നിങ്ങൾ അട്ടിമറിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എതിരാളികളെക്കാൾ സ്മാർട്ടായും ശക്തനായും ആകർഷകനായും ഈ വർഷം ഒരു കിടിലൻ തിരിച്ചുവരവ് നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം കമന്റിൽ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്ത് ഈ വീഡിയോയുടെ അവസാനം വരെ എന്നോടൊപ്പം നിൽക്കുക. കാരണം കൂട്ടുകാരെ, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു. ഭാഗം 1, യാഥാർത്ഥ്യം അംഗീകരിക്കുക. ഇന്ന് ഭൂരിഭാഗം യുവജനങ്ങളും ഒരു അപകടകരമായ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്ത ശേഷം അവരൊന്നുകിൽ കുറ്റബോധത്തിൽ മുങ്ങുന്നു, അല്ലെങ്കിൽ സ്വയം വെറുക്കാൻ തുടങ്ങുന്നു. ഇനി മതി, ഇനി ഒരിക്കലും ഈ വൃത്തികെട്ട പണി ചെയ്യില്ല എന്നവർ മനസ്സിൽ പറയും. പക്ഷേ അടുത്ത ദിവസം തന്നെ അതേ ചതിക്കുഴിയിലേക്ക് അവർ വീഴുന്നു. അതേ വൃത്തികെട്ട വെബ്സൈറ്റുകൾ തുറന്ന് ഡോപ്പമൈൻ ഓവർഡോസ് എടുക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ എല്ലാ എനർജിയും ഓടയിലേക്ക് ഒഴുകിപ്പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ ഇതിലിത്ര പ്രശ്നം? ഈ പണി ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ലേ? അപ്പോൾ ഇതിൽ തെറ്റൊന്നുമില്ലല്ലോ. കൂട്ടുകാരെ, ഇവിടെയാണ് നമ്മൾ പ്രശ്നം മനസ്സിലാക്കേണ്ടത്. ഓരോ തവണ നിങ്ങൾ ഈ തെറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ശുക്ലം മാത്രമല്ല നശിപ്പിക്കപ്പെടുന്നത്, നിങ്ങളുടെ ഡോപ്പമൈൻ, ടെസ്റ്റോസ്റ്ററോൺ ലെവലുകൾ താഴേക്ക് പോകുന്നു. നല്ലൊരു കപ്പ് കടുപ്പമുള്ള ചായ കുടിക്കുമ്പോഴോ, ഒരു ടാസ്ക് പൂർത്തിയാക്കുമ്പോഴോ, ജിമ്മിൽ കഠിനാധ്വാനം ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ പരീക്ഷയിൽ ടോപ്പ് ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അതേ ഡോപ്പമൈനാണിത്. പക്ഷേ വെറുതെ വീട്ടിലിരുന്ന് കുറച്ച് വൃത്തികെട്ട വീഡിയോകൾ കണ്ട് ഈ ഡോപ്പമൈൻ കിട്ടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഒരു പിശാച് ജനിക്കുന്നു. എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് ഡോപ്പമൈൻ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് വേറെ ജോലികൾ ചെയ്യാൻ കഷ്ടപ്പെടുന്നത് എന്ന് ആ പിശാച് ചിന്തിക്കും. ഇവിടെ നിന്നാണ് നിങ്ങളുടെ പതനം തുടങ്ങുന്നത്. കാരണം ഇതിനുശേഷം നിങ്ങൾക്ക് ഒരു പണിയിലും ശ്രദ്ധിക്കാൻ കഴിയില്ല, ആത്മവിശ്വാസം ഇല്ലാതാകും. തുടർച്ചയായി മസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ തകർന്നടിയുന്നു. ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ആത്മവിശ്വാസം, മസിലുകളുടെ ശക്തി, മാനസിക ശ്രദ്ധ, ആഴമുള്ള ശബ്ദം, ഒരു ഡോമിനേറ്റിംഗ് പ്രസൻസ്, ഇതെല്ലാം ഈ ടെസ്റ്റോസ്റ്ററോണിനൊപ്പം ഓടയിലേക്ക് ഒഴുകിപ്പോകും. നിങ്ങളുടെ ശരീരം മുഴുവൻ ആശ്രയിച്ചിരുന്ന ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിനെ ഈ ദുശ്ശീലം ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഉള്ളിൽ നിന്ന് തകർന്നു പോകുന്നത്. നിങ്ങൾക്ക് എനർജിയോ ആത്മവിശ്വാസമോ ബാക്കിയുണ്ടാവില്ല. ശ്രദ്ധയുടെ കാര്യത്തിൽ പറയുകയേ വേണ്ട. ചിലപ്പോൾ ഈ ദുശ്ശീലം പ്രൈവറ്റ് പാർട്ടിനെ വരെ ദോഷകരമായി ബാധിക്കാം. ഭാഗം 2, ഒരു യോദ്ധാവിനെ പോലെ റീചാർജ് ചെയ്യുക. നിങ്ങളുടെ ശരീരം നന്നാക്കാൻ ഈ ഓയിൽ സഹായിക്കും. പക്ഷേ വർഷങ്ങളായി നഷ്ടപ്പെട്ട എനർജി തിരികെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അതിനാണ് ഈ ബ്ലൂ പ്രിന്റ്. ആദ്യത്തെ 4 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കിതിന്റെ ഫലം കാണാൻ തുടങ്ങും. ഒരൊറ്റ ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. 1. അയൺമാൻ പോലെ റീചാർജ് ചെയ്യുക. അയൺമാൻ ടോണി സ്റ്റാർക്ക് തന്റെ നെഞ്ചിൽ ആർക്ക് റിയാക്ടർ വയ്ക്കുമ്പോൾ ഉടൻ തന്നെ അവന്റെ ശരീരം റീചാർജ് ആകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെയാണ് നിങ്ങൾ മസ്റ്റർബേഷന് ശേഷം ഒരു വലിയ ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഈ പ്രവൃത്തി നിങ്ങളുടെ ശരീരത്തെ റീഹൈഡ്രേറ്റ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് നാരങ്ങ നീരും ഉപ്പും ചേർത്ത് കുടിക്കാം. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകൾ വീണ്ടും റീഫിൽ ചെയ്യാൻ സഹായിക്കും. ഇത് ദിവസവും 4 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു ശീലമാക്കുക. 2. ക്യാപ്റ്റൻ അമേരിക്ക മോഡ് അൺലോക്ക് ചെയ്യുക. വെള്ളം കുടിച്ച് റീചാർജ് ആയ ശേഷം നിങ്ങളുടെ ഉള്ളിലെ സൂപ്പർ സോൾജറിനെ ഉണർത്താനുള്ള സമയമായി. തണുത്ത വെള്ളത്തിൽ കുറിക്കുന്നത് നിങ്ങളുടെ മസിലുകളെ റിലാക്സ് ചെയ്യുകയും മനസ്സിനെ ഹൈ അലർട്ട് മോഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവലുകൾ കൂട്ടാൻ സഹായിക്കും. അതോടെ നഷ്ടപ്പെട്ട ഊർജ്ജം തിരിച്ചു ലഭിച്ചു തുടങ്ങും. കോൾഡ് ഷവർ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കും. ഓവർ തിങ്കിങ് ഇല്ലാതാക്കും. കൂടാതെ ഈ ദുശ്ശീലം വീണ്ടും ചെയ്യാനുള്ള തോന്നലുകളും ഇല്ലാതാക്കും. 3. ടെസ്റ്റോസ്റ്ററോണിനെ ഉണർത്തുക. ദിവസവും രാവിലെ 6നും 9നും ഇടയിലുള്ള വെയിൽ നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന ടെസ്റ്റോസ്റ്ററോണിനെ ഉണർത്തും. രാവിലെ വെയിലിൽ നിന്ന് കിട്ടുന്നത് വൈറ്റമിൻ ഡി ആണ്.
ഇത് ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപ്പാദനത്തിന് നേരിട്ട് സഹായിക്കും. കൂടാതെ ഈ വെയിൽ നിങ്ങളുടെ ശരീരത്തിൽ സെറോട്ടോണിൻ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഇത് ദിവസം മുഴുവൻ സന്തോഷവും ശ്രദ്ധയും ഊർജ്ജവും നിലനിർത്താൻ സഹായിക്കും. കൂടാതെ ഇത് നിങ്ങളുടെ ഉറക്കത്തിന്റെ സൈക്കിളും ശരിയാക്കും. 4. ടെസ്റ്റോസ്റ്റിറോണിനെ ശക്തിയാക്കി മാറ്റുക. മസ്റ്റർബേഷൻ ചെയ്യുന്നതുകൊണ്ട് ശരീരം ദുർബലമാകും എന്നതുകൊണ്ട് ജിമ്മിൽ പോകാൻ കഴിയില്ല എന്നത് ഒരു വലിയ നുണയാണ്. അത് നിങ്ങളുടെ ഡോപ്പമൈൻ അടിമയായ തലച്ചോറ് നിങ്ങളുടെ മടി മാറ്റാൻ പറയുന്നതാണ്. നിങ്ങളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ എനർജി ശരിയായ വഴിക്ക് തിരിച്ചുവിടും. പുഷപ്പോ, വേഗത്തിലുള്ള നടത്തമോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യുക. ഫിസിക്കൽ ആക്ടിവിറ്റി എന്നാൽ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റാണ്. 5. ഡീപ് സ്ലീപ്പ് ബ്രഹ്മാസ്ത്രം. നിങ്ങൾ ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ നാഡീവ്യവസ്ഥ ദുർബലമാകുന്നു. ഈ അവസ്ഥയിൽ ഡീപ് സ്ലീപ്പ് ഒരു ബ്രഹ്മാസ്ത്രം പോലെ പ്രവർത്തിക്കും. ശരിയായ 7-8 മണിക്കൂർ ഉറക്കം നിങ്ങളുടെ തലച്ചോറിനെ റീസെറ്റ് ചെയ്യും. ടെസ്റ്റോസ്റ്ററോൺ റീചാർജ് ചെയ്ത് നിങ്ങളുടെ പൗരുഷത്തെ വീണ്ടും കെട്ടിപ്പടുക്കും. കാരണം രാത്രി 12-നും 3-നും ഇടയിലാണ് നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ സമയത്തായിരിക്കും നിങ്ങൾ റീൽസ് കണ്ട് ടെസ്റ്റോസ്റ്ററോണിനെ കൊല്ലുന്നത്. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എങ്കിൽ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്കെടുക്കുക, 10 സെക്കൻഡ് പിടിച്ചുവയ്ക്കുക, എന്നിട്ട് 4 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക. 3 തവണ ഇങ്ങനെ ചെയ്താൽ തലച്ചോർ ഉടൻ തന്നെ ശാന്തമാകും. 6. പ്രോട്ടീൻ പ്ലസ് സിങ്ക്. നിങ്ങളുടെ ശരീരം ഉള്ളിൽ നിന്ന് ദുർബലമാണ്. അത് ശരിയാക്കാതെ ബ്രഹ്മചര്യം പാലിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും അപൂർണമായിരിക്കും. അതിനാൽ എല്ലാ ദിവസവും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. മുട്ട, പനീർ, തൈര്, പരിപ്പ്, ചെറുപയർ, സോയ എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകും. കൂടാതെ സിങ്ക് അടങ്ങിയ സൂര്യകാന്തി വിത്ത്, മത്തങ്ങ വിത്ത്, ബദാം എന്നിവ കഴിക്കുക. ഇത് നിങ്ങളുടെ ശുക്ലത്തെ ബലപ്പെടുത്തും. ഇവിടെ വരെ എത്തിയവർ കമന്റിൽ "ആം എ വോറിയർ" എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഊർജം തിരികെ കൊണ്ടുവരാൻ എത്രത്തോളം ഗൗരവത്തോടെയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂട്ടുകാരെ, ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ഊർജം തിരികെ കൊണ്ടുവരാൻ ഒരു തുടക്കം മാത്രമാണ്. പക്ഷേ ഈ ദുശ്ശീലത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തുവരാൻ ഇതുമാത്രം പോരാ. നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഒരു യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ ഒരു സമ്പൂർണ്ണ പരിഹാരം ആവശ്യമാണ്. കാരണം ഈ ദുശ്ശീലം ഒരു താൽക്കാലിക പ്രശ്നമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. എത്ര തവണ ശ്രമിച്ചിട്ടും ഇതിൽ നിന്ന് പുറത്തുവരാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ബ്ലൂപ്രിന്റ് ഒരു താൽക്കാലിക സഹായം മാത്രമാണ്. ഇതിനപ്പുറം ഒരു ശാശ്വത പരിഹാരം നിങ്ങൾക്ക് ആവശ്യമാണ്. അതിനാണ് ഞങ്ങളുടെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി ഞങ്ങൾ 3000-ലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ അവർക്ക് വേണ്ട മാനസിക പിന്തുണയും ശാസ്ത്രീയമായ വഴികളും നൽകി. ഇത് വെറും ഒരു കോഴ്സല്ല, നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും പുനർനിർമ്മിക്കാനുള്ള ഒരു യാത്രയാണ്. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തി തിരിച്ചറിയും. എങ്ങനെ ഈ ദുശീലത്തെ വേരോടെ പിഴുതെറിയാം, എങ്ങനെ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാം, എങ്ങനെ ഒരു ശക്തനും ആത്മവിശ്വാസിയുമാകാം എന്നെല്ലാം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളുടെ ഓരോ പ്രശ്നത്തിനും കൃത്യമായ പരിഹാരം നൽകി ഞങ്ങൾ നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇനി ഒട്ടും കാത്തു നിൽക്കരുത്. ഇത് നിങ്ങളുടെ അവസരമാണ്. ഈ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനും ഒരു പുതിയ ജീവിതം തുടങ്ങാനും നിങ്ങൾ അർഹനാണ്. ഈ പ്രോഗ്രാമിൽ ചേരാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമന്റിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ കൂടെ ചേരൂ. നിങ്ങളുടെ യോദ്ധാവിനെ ഉണർത്താനുള്ള സമയം ഇതാണ്. ഇപ്പോൾ തന്നെ ചേരൂ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കൂ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ 7 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.